ഇത്തവണ നമ്മള് എടപ്പള്ളിയിൽ വന്നൊക്കെയാണല്ലേ, എന്തോരം ജനങ്ങളായി കാണുന്നത്. എന്റെ പഞ്ചാബ് എന്താണ് ചിക്കനക്കായ? ആ ഇനി ഇത് വെട്ടണോല്ലേ? അടിപൊളി. ആരെങ്കിലും നിങ്ങൾ രണ്ടു കൂടിയാണ് വെട്ടാൻ പോണേ? കോഴി വെട്ടാനും ചെയ്തോളൂ. അതെ അല്ലേ? പച്ചവെള്ളം ടേസ്റ്റ് കിട്ടൂല. ടേസ്റ്റ് കിട്ടും. അതിന്റെ ഇതാണല്ലേ. ആകെ അവസ്ഥയല്ലേ. ഉപ്പ് നോക്കാൻ പോവേണ്ട, നോക്കി ഉപ്പ് നോക്കാനായിട്ടും കഷ്ണം എടുക്ക്, ചിക്കൻ്റെ എടുക്ക്. അപ്പോൾ 2026 എടപ്പള്ളി പെരുന്നാൾ ആഘോഷിക്കാനായിട്ട് നമ്മൾ പോകാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കടയിലുള്ളവരും നമ്മുടെ കസിൻസും നമ്മുടെ വല്യപ്പച്ചനും പാഞ്ചുവാപ്പനും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു 30 പേരോളം ഈ വണ്ടിയിൽ കയറി അങ്ങോട്ട് പോവുകയാണ്. നമ്മൾ നേരം ഇരുട്ടുന്നതിന് മുൻപ് നമ്മൾ എറണാകുളം എടപ്പള്ളിയിൽ ഇവിടെ വരുന്ന വിശ്വാസികൾക്ക് വേണ്ടിയിട്ട്, അതായത് വിശ്വാസികൾക്ക് കോഴി നേർച്ച നടത്താൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പള്ളി തന്നെ ഏർപ്പാടാക്കിയേക്കുന്ന ഒരു ഗ്രൗണ്ടാണ്. അപ്പോൾ അതിൽ ഞായറാഴ്ച ആയതുകൊണ്ട് തിരക്കാണ്ടിരിക്കുകയാണ്. എന്ത് തിരക്കാന്ന് നോക്കിയാൽ അപ്പോൾ നമുക്ക് അവിടുത്തെ ഒരു സ്പോട്ട്, അതായത് നമുക്ക് പാചകം ചെയ്യാനായിട്ടുള്ള ഒരു സ്പോട്ട് കിട്ടാനായിട്ട് കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു, തിരക്കായതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് വേണ്ട ഉരുളി, പാചക സാധനങ്ങൾ, ഇറച്ചി, അതായത് ചിക്കൻ കാര്യങ്ങളൊക്കെ അടുപ്പിച്ചതിന് ശേഷം നമ്മൾ പാചകം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ പേരുണ്ട്. 10-30 പേര് എന്ന് പറയുമ്പോൾ പണി ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ പേരുണ്ട്. പണി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ചിക്കൻ കറി വെക്കണം. അപ്പോൾ അത് ഏകദേശം ഒരു കല്യാണത്തിൻ്റെ ഒരു പരിപാടിയിലാണ്. പണ്ടൊക്കെ കല്യാണ വീടുകളിലാണ് അത് ഇങ്ങനെ ഇരുന്നിട്ട് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അരിയണത് കണ്ടിട്ട്. അപ്പോൾ നമ്മുടെ വിൽശാന്റിയും ടീമുകളൊക്കെ ഇവിടെ പച്ചക്കറിയൊക്കെ നന്നായിക്കൊണ്ടിരിക്കും. ഇത്തവണ നമ്മള് എടപ്പള്ളിയിൽ വന്നൊക്കെയാണല്ലേ, എന്തോരം ജനങ്ങളായി കാണുന്നത്. എന്റെ അതെ അല്ലേ? അതെ അല്ലേ? അപ്പൊ നമ്മളിപ്പോ കോഴി സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ജെയ്സൺ ചേട്ടൻ, ദിൽദർ, പോളിച്ചേട്ടനൊക്കെ ആയിട്ട് സെറ്റപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ചെയ്യുന്നത്? ഇതെന്താണ് കാളാഞ്ചി വെട്ടണ കത്തി കൊണ്ടാണ് ഈ ഉരുളങ്കിഴങ്ങ് വെട്ടണത്? ഇതെന്താണത്? നോക്കിയേ, കാളാഞ്ചി വെട്ടണ കത്തി കൊണ്ട് ഉരുളങ്കിഴങ്ങ് വെട്ടാണ്. എന്റെ പൊന്നേ, എവിടെയാണ് നമ്മൾ വന്നേക്കണേ? എടപ്പള്ളി പെരുന്നാളിൽ വന്നേക്കണേ, കോഴി നേർച്ച. നോക്കിയേ, നമ്മുടെ സിദ്ധിനൊക്കെ അത് തകർത്തുകൊണ്ടിരിക്കണം. അനിത ചേച്ചി, മിൽശാന്റിയൊക്കെ എന്താണത്? അടിപൊളി. നമുക്ക് ഇത്തവണ മാത്രം ചെറിയൊരു പാകപ്പിഴ വന്നത് ഉരുളി സെലക്ട് ചെയ്യണതിൽ മാത്രം. കണ്ടില്ലേ, 30 പേരിൽ താഴെ ഉള്ളൂങ്കിൽ നമ്മൾ 50 പേർക്കുള്ള ഉരുളിയാണ്ട കൊണ്ടുവന്നേക്കുന്നത്. പക്ഷെ അതൊന്നും ഇവിടെ ഒരു പ്രശ്നമല്ല കേട്ടോ. അതായത് നമ്മൾ അതൊന്നും കണക്കാക്കാതെ കൂട്ടാക്കാതെ നമ്മുടെ കോഴിയുടെ ക്ലീൻ ചെയ്യുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. പഞ്ചാബ് എന്താണ് ചിക്കനക്കായ? ആ ഇനി ഇത് വെട്ടണോല്ലേ? അടിപൊളി. ആരെങ്കിലും നിങ്ങൾ രണ്ടു കൂടിയാണ് വെട്ടാൻ പോണേ? ആര്? ദിൽദറാണ് വെട്ടണേ? ദിൽദറാണ് വെട്ടണേ? ഓക്കെ. കോഴി വെട്ടാനും ചെയ്തോളൂ. അതെ അല്ലേ? അത് ഇതാക്കി വേപ്പല എനിക്കറിയാൻ പാടില്ല. നിങ്ങൾ പറഞ്ഞെങ്കിൽ എന്റെ കാര്യം നടക്കുള്ളൂ. നോക്കട്ടെ. അടുപ്പ് ചൂടായി ഉരുളി വെച്ച് വേപ്പിലിടാൻ നോക്കുന്ന സമയത്താണ് വേപ്പല നമ്മൾ എടുത്തിട്ടില്ല. പക്ഷെ നമ്മൾ വന്നേക്കുന്ന സ്ഥലം എവിടെയാണ്? നമ്മളെ എടപ്പള്ളിയിലാണ് വന്നേക്കുന്നത്. അതായത് ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എവിടെ പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും ഭയങ്കര സഹകരണമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേപ്പല, സവാള എന്തെങ്കിലും കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നമ്മൾ അപ്പുറത്ത് പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും തരോട്ടെ. അപ്പോൾ നമുക്കും അങ്ങനെ വേപ്പല കിട്ടിയേട്ടാ.
പാഞ്ചാപ്പ വേപ്പില എവിടെ നിട്ടി? ഇവിടെ ഉള്ളവരെല്ലാരും നമ്മളെ സുഹൃത്തുക്കളല്ലേ? അതെ. ആ എവിടെ ചെന്നാലേ അത് എടുക്കാൻ പറഞ്ഞ നമുക്ക് വലിയ മരമൊക്കെ ഉണ്ട്, പക്ഷെ എടുക്കാൻ മറന്നുപോയി. അതെ. പക്ഷെ എവിടെ ചെന്ന് ചോദിച്ചാൽ കിട്ടില്ല. നമ്മള് എല്ലാവരും നല്ല കമ്പനിയല്ലേ. കണ്ടില്ലേ, നമ്മുടെ പാഞ്ചാബ് തന്നെ പോയിട്ട് അപ്പുറത്തെ ഒരു ടീമിന്റെ അടുത്ത് പോയിട്ട് വേപ്പില വാങ്ങിച്ചു. നമുക്ക് ആവശ്യത്തിലധികം വേപ്പില കിട്ടിയാണ് അപ്പൊ ഇന്ന്. അങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തവണത്തെ പെരുന്നാളും അടിപൊളിയായിട്ട് കൊണ്ടാടിക്കൊണ്ടിരിക്കേണ്ട. നോക്കി, ഇഷ്ടംപോലെ ജനങ്ങളാണ് നാനാഭാഗത്ത്, കേരളത്തിൽ നിന്നും പിന്നെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇവിടെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ പേരാണ് വന്നത്. പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ട് ഇത്രയും തിരക്കുണ്ടെങ്കിൽ ഈ ഒരു ഇതൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. എല്ലാം ചിക്കൻ മസാല ആണോ? മസാല, മുളക് പൊടി, കാശ്മീരി മുളക്, അതെ. മുളക് പൊടി. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഈ കാണുന്ന പോലെ നല്ല മഴയായിരുന്നു. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഈ ഗ്രൗണ്ട് മുഴുവനും പള്ളിയുടെ നേതൃത്വത്തിൽ ഈ കാണുന്ന പോലെ ഷീറ്റ് ഇട്ടേക്കാണ്. അപ്പോൾ ഒരു പ്രശ്നവുമില്ല ഇവിടെ. ഞങ്ങൾ ചെറുപ്പം മുതലേ വരാറുള്ളതാണ് ഇവിടെ ഞാനൊക്കെ. അപ്പോൾ ആ ഒരു സമയത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ട് ഉണ്ടായിരുന്നെങ്കിലും ഷീറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ കുറച്ച് വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ ഇവിടെ ഇങ്ങനെ ഷീറ്റും സൗകര്യങ്ങളൊക്കെ വന്നിട്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ ഉരുളി നമ്മളുടെ ഈ ഒരു ചരിത്രത്തിൽ, എടപ്പള്ളിയിൽ വരുന്ന ചരിത്രത്തിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഉരുളി കൊണ്ടുവരുന്നത്. പക്ഷെ അതിൻ്റെ ബാക്കിലൊരു കഥ ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും വലിയ ഉരുളി കൊണ്ടുവരാനായിട്ട് പ്ലാൻ ചെയ്തതല്ല. എന്നാലും പക്ഷെ നമ്മൾ ഈ ഉരുളി വാടകയ്ക്കാണ് എടുത്തേക്കണം. അപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇത്രയും വലിയ ഉരുളി, അതായത് നമ്മളൊരു 30 പേരിൽ താഴെ ഉള്ളുവെങ്കിലും ഈ ഉരുളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 50-60 പേർക്ക് കുക്ക് ചെയ്യാൻ പറ്റിയ ഉരുളിയാണ്. പക്ഷെ കുഴപ്പമൊന്നുമില്ല. എന്താ വെച്ചാൽ കുറച്ച് വിറകിന്റെ ആവശ്യം മാത്രം കൂടുതലായിട്ട് വന്നുള്ളൂ. വേറെ അറിയൊന്നുമില്ല അല്ലേ? ഇങ്ങനെ കാണുമ്പോ അറിയൊന്നുമില്ല അല്ലേ? ഉരുളി ഉണ്ട് അല്ലേ? കറിയൊന്നുമില്ല അല്ലേ? പക്ഷെ ഉരുളി ചെറിയൊരു അബദ്ധം. ഇപ്പൊ പറയണെങ്കിൽ ശരിക്കും പറയണെങ്കിൽ ഉണ്ടല്ലോ, ഇതുപോലെ ഒരു 10 മണി വേറെ കോഴി കൊണ്ടുവന്നിട്ട് വെട്ടി വെച്ചാൽ ചട്ടി ഇങ്ങനെ നോക്കുമ്പോ ഒന്നുമില്ലല്ലേ? കറിയൊന്നുമില്ലല്ലേ? ചട്ടി ഇത്തിരി വലിപ്പം കൂടി പോയി. ഈ ചട്ടി ഇത്ര വലിയ ഉരുളി ഈ കൊല്ലം ഈ എടപ്പള്ളിയിൽ വന്നതുകൊണ്ട് ആരും കൂടെ വന്നിട്ടുണ്ടാവൂല. നമ്മല്ലാണ്ട് അതൊക്കെ നമ്മ 10-30 പേരുണ്ട്. അതുകൊണ്ട് നോക്കിയേ, ഒരു കല്യാണത്തിന് കൊണ്ടുവരുന്നത് പക്ഷേ ഉരുളി മാത്രമേ ഉള്ളൂ. ഉരുളി മാത്രമേ ഉള്ളൂ, കറിയില്ലട്ടാ. ഉരുളി വയറും മാത്രമേ ഉള്ളൂ. പച്ചവെള്ളം ഒഴിച്ചാൽ ടേസ്റ്റ് കിട്ടൂല. ചൂടാക്കി ഒഴിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് കിട്ടും. അതിന്റെ ഇതാണല്ലേ. അപ്പം നമ്മുടെ കോഴി അടുപ്പത്തായിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് നേരം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് തേങ്ങാപ്പാലൊക്കെ ഒഴിക്കാൻ. തേങ്ങാപ്പാൽ ഒഴിക്കണം, ഉരുളക്കിഴങ്ങ് ഇടണം. അപ്പോൾ ഇതൊക്കെ അവസാനത്തെ ഒരു ഘട്ടമുണ്ടാകും. അപ്പോൾ ഇതിങ്ങനെ ആൾക്കാർ നമ്മുടെ ടീമുകൾക്ക് ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കിയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടം പോലെ പേരായിരുന്നു ഇങ്ങനെ ചട്ടകം കൊണ്ട് ഇളക്കി കൊടുക്കാനായിട്ട്. ഒരു പ്രത്യേക ഒരു വൈബ് തന്നെ ആയിരുന്നു എന്തായാലും. ഇനി ഒഴിച്ചോ? ഇല്ല, സാധനം ഇപ്പൊ തന്നെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ചിക്കനാണ് ചിക്കൻ പെട്ടെന്നാവും. അപ്പോൾ ഇതേ നമുക്കിവിടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് പ്രത്യേകം ബക്കറ്റുകളും കുറെ കൊട്ടകളൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പള്ളി വക ഇവരിങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മളെല്ലാ വേസ്റ്റും നമ്മൾ അതിലോട്ടാണ് ഇട്ടത്. ആകെ തന്നെ അവസ്ഥയല്ലേ? ഇത് നനഞ്ഞ് കുളിച്ച് 12 മഴയല്ലേ? വീണ തെറിച്ചു പോയല്ലേ?
ബിൽസാൻ്റെ അപ്പം എന്തിട്ടാണത് തേങ്ങാപ്പാല് അവസാനം പൊടിക്കൈ എന്ത് എന്ത് പിടിക്കണില്ലാന്നാ എന്താണ് പിടിക്കണില്ലാന്നാണ് ഞാൻ പൊടിക്ക അവസാനത്തെ പൊടിക്കൈ എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മുടെ അവസാനത്തെ കുറച്ച് പരിപാടികളും കഴിഞ്ഞിട്ട് ചിക്കൻ കറി വെക്കണേൻ്റെ, അതായത് ഉരുളക്കിഴങ്ങിട്ട് ഞാൻ കടിക്കാനായിട്ട് എന്തെങ്കിലും വേണ്ടേ, അതുകൂടാണ്ട് നമ്മൾ തേങ്ങാപ്പാൽ അവസാനത്തെ പൊടിക്കായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പറഞ്ഞോട്ടെ എങ്ങനെയുണ്ടെന്ന്. കുറവുണ്ടോ? അപ്പൊ നമ്മള് ഉപ്പ് നോക്കാൻ പോവേണ്ട, എടുത്തു നോക്കി. അപ്പച്ചെടുത്ത് നോക്കി ഉപ്പ് നോക്കാനായിട്ടും കഷ്ണം എടുക്ക്, ചിക്കൻ്റെ എടുക്ക്. മൊത്തത്തിലും ആവണം. ഇത് ചിക്കനും ആകാനുണ്ട്, ഉരുളക്കിഴങ്ങും ആകാനുണ്ട്. ഈ ഉപ്പ് അല്പം കുറവുണ്ട്, അത് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടാ. ഉപ്പേ ആയിട്ടില്ല കേട്ടാ, ഉരുളക്കിഴങ്ങ് ആയിട്ടില്ല 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 പിടിച്ചിട്ടില്ല. ആ ബാക്കി ചാറില് പിടിച്ചിട്ടുണ്ട്. ഉപ്പിട്ട ചിലപ്പോൾ കൂടി പോവും. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അതായത് കുറച്ചുകൂടി വേവാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങളും കഴിഞ്ഞ വർഷം വന്ന കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തമാശ രൂപത്തിൽ ഇങ്ങനെ ഞങ്ങളെ ഇങ്ങനെ ഈ പാങ്ങ കണ്ടു ഞങ്ങൾ പോയി തിരിച്ചു വന്നപ്പോ സാമ്പാറും അല്ലേ ഇളക്കി ഇളക്കി ലാസ്റ്റ് സാമ്പാർ മീഡിയം ഉണ്ട് ഇളക്കല്. കഴിച്ചാലറിയില്ല. വെളിച്ചെണ്ണ എന്ന് പറഞ്ഞ വെളിച്ചെണ്ണ നമുക്ക് ഇങ്ങനത്തെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഏകദേശം സെറ്റായിട്ടുണ്ട്. കറിയൊക്കെ വെന്ത് നല്ലപോലെ ഉപ്പും മുളകും കാര്യങ്ങൾ എല്ലാ സംഭവങ്ങളൊക്കെ പിടിച്ച് ഇനി അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനായിട്ട് എല്ലാവർക്കും കൊടുക്കണം, എല്ലാവർക്കും വെള്ളം വേണം. പരിപാടികളൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഷീറ്റൊക്കെ ഒന്നും വിരിച്ചിട്ട് പേപ്പറൊക്കെ വിരിച്ചിട്ട് എല്ലാവർക്കും കൂടി ഇരുന്നിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാം കേട്ടോ. അങ്ങനെ അത് നമ്മൾ ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ച് പേപ്പർ വരെ വിരിച്ച് കഴിഞ്ഞിട്ട് ഇനി അതിലിരുന്ന് കഴിക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇനി വേവേണ്ടതായിട്ടില്ല. അതുകൊണ്ട് തന്നെ 3 പേര് ചേർന്നിട്ട് ആ ഉരുളി അപ്പാടെ തന്നെ നമ്മുടെ അടുപ്പിൽ നിന്ന് ഇങ്ങോട്ട് ഇതേ താഴേക്ക് എടുത്ത് വെക്കണ ഒരു സീനാണ് നിങ്ങൾ കണ്ടത്. അങ്ങനെ അടുത്ത പരിപാടിയായ വിളമ്പലിലോട്ട് കടന്നൊക്കെയാണ്. അപ്പോൾ നമ്മുടെ വിൽശാൻറ്റി തന്നെയാണ്, അതായത് പാചകം ചെയ്ത പാചകത്തിന് മേൽനോട്ടം വഹിച്ച് നമ്മുടെ വിൽശാൻറ്റി തന്നെയാണ് എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നത്. എന്താണ് അതെ പണ്ടത്തെ ഓർമ്മ വരെയാണ്. എന്താണ് അത് പണ്ട് മറ്റേ നമ്മള് ഈ 1ലും 2ലും 3ലൊക്കെ പഠിച്ചിരുന്ന ടൈമില് ഉപ്പുമാവ് കൊടുത്തിരുന്നില്ലേ? അപ്പൊ ഒരു അമ്മൂമ്മ ഇതേപോലെ ഉപ്പുമാവ് ഇങ്ങനെ വിളമ്പി തന്നിരുന്നു. ആ ഒരു ഓർമ്മയാണ് ഇപ്പൊ ഓർമ്മയാണ് ഇപ്പൊ വന്നേക്കണത് കേട്ടാ. അപ്പോൾ നമ്മൾ എല്ലാവർക്കും വിളമ്പിക്കൊടുത്ത് അതിനുശേഷം ബാക്കി കുറേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കണ്ടെയ്നറുകളിലാക്കിയിട്ട് നമ്മൾ ഓരോരുത്തർക്കും കൊടുത്തു വിടാം നേർച്ചയായിട്ട്. അങ്ങനെ എല്ലാവർക്കും വിളമ്പിക്കൊടുത്ത് പാർസൽ ചെയ്ത്, അതായത് ഓരോ കണ്ടെയ്നറുകളായിട്ട് ഓരോരുത്തർക്ക് കൊടുത്തു വിടുകയും ചെയ്ത് അതിനുശേഷം നമ്മൾ ചട്ടകവും ഉരുളിയും പാത്രങ്ങളെല്ലാവരും നമ്മുടെ വണ്ടിയിലൂടെ തന്നെ കയറ്റുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. എന്ത് വലിയ ഉരുളിയായിരുന്നു നോക്കി.
അപ്പോൾ ആൾക്കാരൊക്കെ നോക്കി നിൽക്കാതെ നമ്മുടെ ഉരുളിയുടെ വലിപ്പം കണ്ടിട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വർഷത്തെ എടപ്പള്ളി പള്ളി പെരുന്നാളിനോട് അനുബന്ധിച്ചുള്ള കോഴി നേർച്ച, നമ്മളുടെ കോഴി നേർച്ച കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത വർഷം ഇതേപോലെ നമ്മൾ എന്തായാലും കോഴി നേർച്ചയ്ക്ക് ഉറപ്പായിട്ടും വരും, നമ്മുടെ ടീമുള്ള എല്ലാവരും കൂടി കൂട്ടിയിട്ട്. അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.